പറക്കോട് ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഉണ്ണികൃഷ്ണൻ സാറ്, ഇപ്പോൾ രാമേന്ദ്രൻ സാറിൻ്റെ ഈ വിയോഗത്തിൽ ഓർമ്മ വരുന്നത് അങ്ങൊക്കെ ഞങ്ങളെ ജേർണലിസം പഠിപ്പിക്കുന്ന സമയത്തൊക്കെ എപ്പോഴും പറഞ്ഞു തരാറുള്ള പേരുകളിൽ ഒന്നായിരുന്നു രാമേന്ദ്രൻ സാറിൻ്റെ ആ ഒരു ശൈലിയൊക്കെ. ഇപ്പോൾ വിടവാങ്ങലിൽ എന്താണ് അങ്ങ് ആ സഹപ്രവർത്തന നിലയിലും ആകാശവാണിയുടെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ പരിണതപ്രജ്ഞനായ വ്യക്തി എന്ന നിലയിലൊക്കെ ഇപ്പോൾ ഓർക്കുന്നത്? 1981 മുതൽ എനിക്ക് രാമേന്ദ്രൻ ചേട്ടനെ, കേരള സമൂഹം രാമചന്ദ്രൻ എന്ന് വിളിക്കുന്ന രാമേന്ദ്രൻ ചേട്ടനെ പരിചയമുണ്ട്. അന്ന് ഞാൻ ആകാശവാണിയിൽ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ അദ്ദേഹം അവിടുത്തെ സീനിയർ ന്യൂസ് റീഡറാണ്. അദ്ദേഹത്തിന്റെ കീഴിലും കുറച്ചു കാലം പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കേരളത്തിലെ വാർത്താ വായനയിൽ, വാർത്തയുടെ ശബ്ദത്തിൽ രാമചന്ദ്രൻ ചേട്ടൻ കഴിഞ്ഞേ മറ്റൊരാളുള്ളൂ. ഞാൻ പറയാൻ കാരണം വളരെ വ്യത്യസ്തമായ ശബ്ദം, വളരെ വിഭിന്നമായ അവതരണ രീതി, ഭാഷാശുദ്ധി, അതുപോലെ ഓരോ വാർത്തയും അതിന്റെ ഗൗരവത്തിൽ, അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന നിഷ്കർഷ, ഇതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ഗുരുതുല്യനായ ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിച്ചവർക്കും അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ വാർത്തകളുടെ അവതരണം കേട്ട് പഠിച്ചവർക്കും ഒക്കെ അദ്ദേഹം ഗുരുതുല്യനാണ്. കേരളത്തിലെ എല്ലാ വാർത്താ അവതാരകരും, അത് ടെലിവിഷനിലായാലും പിന്നെ റേഡിയോ ചാനലുകളിലായാലും, അത് ആകാശവാണി ആയാലും പുറത്തുള്ള ചാനലായാലും, എല്ലാ ചാനലിലും അദ്ദേഹം ഒരു ഗുരുതുല്യനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ചില സവിശേഷത, അദ്ദേഹം ഇപ്പൊ കൗതുക വാർത്തകൾ എന്നൊരു വാർത്തയുണ്ടായിരുന്നു ആകാശവാണിയിൽ. ഈ കൗതുക വാർത്ത അവതരിപ്പിക്കുമ്പോൾ അതിന് ഒട്ടും കൗതുകമില്ലാത്ത പല വാർത്തകൾ പോലും രാമേന്ദ്രൻ ചേട്ടൻ അവതരിപ്പിക്കുമ്പോൾ അതിൽ വലിയ കൗതുകം നമുക്ക് തോന്നും. അങ്ങനെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതുപോലെ മറ്റ് പല വാർത്തകളും, ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശബ്ദത്തിൽ അദ്ദേഹം വരുത്തുന്ന മോഡുലേഷൻ, അത് നമ്മളിങ്ങനെ കണ്ടു നിൽക്കേണ്ടത് ഒരു കാര്യമാണ്, കണ്ടു പഠിക്കേണ്ട കേട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വാർത്തകൾ വായിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുന്ന ടെക്നിക്കുകളുണ്ട്. അത് ഈ അന്ന് റേഡിയോ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്തെ കഥയാണ് ഞാൻ പ്രധാനമായും പറയുന്നത്. അന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ റേഡിയോയുടെ ചുറ്റും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും, പൊതുവേദികളിലൊക്കെ, പൊതുസ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി മറ്റൊരു സ്ഥാനാർത്ഥിയേക്കാൾ ഇപ്പൊ 1000 വോട്ടിന് അല്ലെ 10,000 വോട്ടിന് എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പോസ് കൊടുക്കും. ആ പോസ് കൊടുക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഇദ്ദേഹം ലീഡ് ചെയ്യുകയാണോ, പിന്നോക്കം പോയിരിക്കുകയാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സസ്പെൻസ് ഉണ്ടല്ലോ. ആ സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തി ആ പോസ്റ്റ് കഴിഞ്ഞാണ് അദ്ദേഹം അതിന്റെ ആ വാർത്ത അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു വാർത്താ അവതാരകൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളം കണ്ട, മലയാളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അവതാരകൻ തന്നെയാണ് അദ്ദേഹം. വാർത്താ അവതാരകൻ എന്ന നിലയിൽ മാത്രമല്ല, അദ്ദേഹം റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു ശബ്ദവും തികച്ചും വ്യത്യസ്തമായ ഒരു അവതരണ രീതിയുമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം, ഈ മകരവിളക്കിന്റെ റണ്ണിങ് കമന്ററി പറയുന്ന തത്സമയ പ്രക്ഷേപണത്തില് അവിടെ നിന്ന് തത്സമയ വിവരണം നൽകുന്നതില് അദ്ദേഹം അവസാന കാലം വരെയും ശബരിമല പോകുമായിരുന്നു. ആ മകരവിളക്കൊക്കെ തെളിയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കമന്ററി കേട്ടാലുണ്ടല്ലോ, ഒട്ടും വിശ്വാസമില്ലാത്തവർ പോലും വിശ്വാസികളായി തീരും. അത്ര പ്രഗത്ഭമായ രീതിയിലാണ് തലയെടുപ്പുള്ള ഒരു വാർത്താ അവതാരകൻ. അങ്ങനെ കാലഘട്ടത്തിൽ ആ ചരിത്രം വരച്ചിട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നും ഇവിടെ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പറക്കോട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ കൂടിയാണ്.